വാർഡ് മെമ്പറും കുടുംബവും പ്രതിഷേധിച്ചു. പൂവച്ചൽ പഞ്ചായത്തിൽ വാർഡ് മെമ്പറും കുടുംബവും പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ ഇലക്കോട് വാർഡ് മെമ്പർ കുമാരദാസും കുടുംബവുമാണ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുവായ സ്ത്രീ അയൽവാസിയായ കുമാരദാസിനെയും മറ്റ് അയൽവാസികളെ അസഭ്യം പറയുകയും വീടുകളിലേക്ക് കല്ല് വലിച്ചെറിയുകയും പതിവായതിനാലാണ് സമരവുമായി എത്തിയത്. ഈ സ്ത്രീയുടെ ശല്യത്തെ തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. പഞ്ചായത്തിൽ എത്തുന്നവരെ അകത്ത് കയറ്റാതെയും അകത്തുള്ളവരെ പുറത്തുവിടാതെയുമാണ് പ്രതിഷേധം നടന്നത്. തുടർന്ന് പോലീസ്, ജനപ്രതിനിധികൾ എന്നിവർ എത്തി ചർച്ച നടത്തി കുടുംബത്തിന്റെ സമരം അവസാനിപ്പിച്ചു. പോലീസും ജനപ്രതിനിധികളും ഇന്ന് വൈകിട്ടോടെ സംഭവ സ്ഥലത്തെത്തി പരാതിയിൽ മേൽ നടപടിയുണ്ടാക്കാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. ഇന്ന് തന്നെ ഇതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ നാളെയും സമരവുമായി പഞ്ചായത്ത് പടിക്കൽ ഇരിക്കുമെന്ന് കുമാരദാസ് പോലീസിനോട് പറഞ്ഞു. എന്റെ അയൽവക്കത്ത് 2 കുട്ടികളും ഒരു സ്ത്രീയും വർഷങ്ങൾ കൊണ്ട് താമസിക്കുന്നത് എന്റെ അയൽവാസി ആണെങ്കിലും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയുടെ അനിയത്തിയാണ്. അപ്പോൾ നിരന്തരം എന്റെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെയും ഭാര്യയെയും ഞങ്ങളെ എല്ലാവരെയും നിരന്തരം ചീത്തവിളിയും വീട്ടുനടയിൽ വന്ന് കല്ലുമറക്കേറിയേക്കും കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സമ്മതിക്കാതെ ചീത്തവിളിയും പ്രശ്നം. ഇത് വർഷങ്ങൾ കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭാര്യയെ വിളിച്ച് ഈ അനിയത്തിയുടെ വിഷയം പറയുമായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വിലക്കണം, ഇല്ലെങ്കിൽ അവിടെ നിന്നൊന്ന് മാറ്റി തരണമെന്ന്. ഈ 2-3 വർഷം കൊണ്ട് ഈ ചേച്ചിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഒരു തീരുമാനമില്ല. അങ്ങനെ ഇരുന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് ഇതിന്റെ കുറച്ച് മെസ്സേജ് ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് മോചനമില്ല. അവസാനം കേസ് കൊടുത്തു. കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ആഴ്ചയിലൊക്കെ കേസ് കൊടുത്തു. കേസിന് വിളിപ്പിച്ചു. ഇന്ന് 3-4 ദിവസമായി കേസ് കഴിഞ്ഞ വീട്ടിൽ വന്നപ്പോൾ പോലീസ് എന്നെ ഒരു പുല്ലും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവള് ഡെയിലി രാത്രിയും പകലും ചീത്ത വിളിയും ഇതിനകത്ത് ഈ പറഞ്ഞ കാണിച്ചിട്ടുള്ള കോലം ഒരു നിവൃത്തിയില്ല. അങ്ങനെയായിരുന്നു. ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ ഒരു അപേക്ഷ വെച്ചു, അവിടെയെങ്കിലും നീതി ലഭിക്കില്ലെന്ന്. അതിലും ഒരു ഇതുമില്ല. പിന്നെ ഇന്നലെ ഗ്രൂപ്പിലിട്ടപ്പോൾ എല്ലാവർക്കും അത് വേദനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ ആ കുടുംബത്തെ അവിടുന്ന് ഒഴിപ്പിച്ചില്ല എങ്കിൽ ഞാൻ ഇവിടെ എൻ്റെ കുട്ടികളുമായിട്ട് വന്ന് ഇവിടെ സത്യാഗ്രഹം കിടക്കും. ഇതിനൊരു മോചനം കിട്ടിയിട്ടല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞാൽ അതൊരു വെറും പെണ്ണായിപ്പോയി. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഇന്ന് ചെയ്യാൻ കഴിയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനും ഭാര്യയ്ക്കും ഈ പഞ്ചായത്ത് കമ്മിറ്റിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പോലീസിനെ കൊണ്ടുപോലും ഇത് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നീതി ലഭിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ